നമസ്കാരം, ഞാൻ സുനിൽ സുഗത. ഞാനിപ്പോൾ തിരുവനന്തപുരം ടാഗോർ സെൻറ്റിനറി ഹാളിലാണ്. ഇവിടെ 3 ദിവസമായി നടക്കുന്ന സർഗോത്സവം, ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവമാണ്. സാമൂഹ്യ നീതി വകുപ്പും കേരള സർക്കാരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. ഞാൻ തൃശ്ശൂർ അംഹ എന്ന് പറയുന്ന ഓർഗനൈസേഷനുമായിട്ട് വന്നിരിക്കുകയാണ്. അവർ ചെയ്യുന്നൊരു നാടകമുണ്ട്, അമ്മ അപ്പ എന്ന് പറയുന്ന ഒരു നാടകം. ആ കുട്ടികളാണ് അതിൽ അഭിനയിക്കുന്നത്. അവരുടെ കൂടെ ഒരു അഭിനേതാവായി ഞാനും വന്നിരിക്കുകയാണ്. ഞാൻ ഇത്തരം കുട്ടികളോടൊപ്പം ഒരുപാട് കാലമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ ഒരു പ്രതിഭ നമുക്ക് പലപ്പോഴും ഡിഫറൻ്റ്ലി ഏബിൾഡ് നമ്മൾ പറയുന്ന കൃത്യമായ അർത്ഥത്തിലുള്ള കുട്ടികളാണ്. ഒരുപാട് മറ്റു തരത്തിലുള്ള കഴിവുള്ള കുട്ടികളുണ്ട്. അപ്പോൾ സാമൂഹ്യ ക്ഷേമ വകുപ്പിൻ്റെയും നീതി വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും ഈ സംയുക്ത സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. കുട്ടികളുള്ള ഇത്തരം സർഗശേഷിയും അവർക്കൊരു അവസരം നൽകുക, അവർക്കൊരു അരങ്ങ് നൽകുക എന്നൊക്കെയുള്ള വളരെ ശ്ലാഘനീയമായൊരു പ്രവൃത്തിയാണ്. ഈ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾ ആരംഭിക്കുന്നു. അപ്പ അമ്മ. ഏൽപ്പിച്ചിരുന്നത് കോഴി കാറ്റും കൂടി വന്ന് എല്ലാം കൊത്തി തിന്നില്ലേ? നീ എന്തിനാണ് കരയുന്നേ? കോഴി എന്നെ എവിടെ കൊത്തി? അവിടെ കൊത്തി. കോഴി കൊത്തിയപ്പോ നീ കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു. നിന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ശരിക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ നിന്ന് ആട്ടി പുറത്താക്കും. ഇപ്പൊ ക്ഷമിച്ചിരിക്കുന്നു. ഇനിങ്ങനെ ഉണ്ടായാലേ നിന്റെ സ്ഥാനം പഠിക്ക് പുറത്താ. സൂക്ഷിച്ചോ. ഇനി കോഴി കാട്ടി വന്നാൽ ആട്ടിച്ച് ശരിയാവും. അപ്പനും അമ്മയില്ല. നീ നിന്റെ അപ്പന്റെ അമ്മയുടെ അരികിലേക്ക് പൊക്കോ. ഞാൻ എന്നെ പണി നോക്കട്ടെ. പോ, നീ ചെല്ലേ. പോ, ചെല്ലേ, നീ പോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അപ്പനും അമ്മയില്ലെന്ന്. ഓർമ്മ വെച്ച നാളുകളിൽ ഞാൻ തെരുവിലാണ്.
ചിലപ്പോൾ തെരുവിലാണ് എന്നെ പെറ്റിട്ടത്. ആരെങ്കിലും തെരുവിൽ എന്നെ കരുണയില്ലാതെ വലിച്ചെറിഞ്ഞ് പോയതായിരിക്കും. നീ പോ, ഞങ്ങൾ നാടകം കളിക്കട്ടെ. ചെല്ലേ, നീ പോ, ചെല്ലേ, പോ, പോ. ഓ, പഴയതൊന്നും ഓർമ്മിപ്പിക്കാതെ അത് ഓർക്കുമ്പോൾ തന്നെ ഭയമാകും. ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട് ഞാൻ ഇവിടേക്കാ വന്നത്. ഇവിടെ കഴിക്കാൻ ഭക്ഷണം, കിടക്കാൻ സ്ഥലവും കിട്ടും. അതില്ലാതാക്കാനാ ആ കാക്കയും കോഴിയും കൂടി ശ്രമിക്കുന്നത്. അതിന്റെ ഇടയില അവന്റെ അപ്പനെയും അമ്മയെയും അന്വേഷിച്ചുള്ള വരവ്. ഇനി ആ തെരുവിലേക്ക് പോയിട്ട് എല്ലാതേർകൊള്ളാം വയ്യ. കോഴി കാക്കിങ്ങോട്ട് വരട്ടെ, വിട്ടുകൊടുക്കില്ല. കുറച്ചു നേരം ഞാൻ വിശ്രമിക്കട്ടെ. സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെയും സോഷ്യൽ ജസ്റ്റിസിൻ്റെയും നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നടത്തുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി സവിശേഷത എന്നൊരു പ്രോഗ്രാം ഇവിടെ തിരുവനന്തപുരത്ത് നടത്തപ്പെടുന്നുണ്ട്. അതിനു വേണ്ടി സർക്കാർ അനുവദിച്ച ഒരു 5 വണ്ടീൻ്റെ ഒരു ക്രൂ ആവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ വണ്ടി സർക്കാർ വണ്ടി ഈ സവിശേഷത എന്ന പ്രോഗ്രാമിന് വേണ്ടി അനുവദിച്ചതിന് ഭിന്നശേഷി കുട്ടികൾക്കും മറ്റ് പൊതുസമൂഹത്തിനും ഇതൊരു മാതൃകയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.